ദൈവനാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേകതയുള്ള ഒരു പഠന പരമ്പരയാണ് ദ ബൈബിൾ, ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ഈ വിഷയത്തെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവം മനുഷ്യകുലത്തിനായി നൽകിത്തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തൻ്റെ വിശുദ്ധ ഗ്രന്ഥം. പക്ഷേ എന്തുകൊണ്ട് ഈ ഗ്രന്ഥം പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല? എല്ലാ ഭവനങ്ങളിലും എല്ലായിടത്തും ഈ ഗ്രന്ഥമുണ്ട്. എല്ലായിടത്തും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടയിലും ആശുപത്രികളിലും മറ്റു പല സ്ഥാപനങ്ങളിലും കാണാം ഈ പുസ്തകം തുറന്നിരിക്കുന്നത്. ഈ പുസ്തകം അനേകർ വായിക്കുകയും ചെയ്യുന്നു. പക്ഷേ വാസ്തവത്തിൽ നാം അന്വേഷിച്ചാൽ അനേകർക്ക് ഈ പുസ്തകം ഇപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ പറഞ്ഞു കേൾക്കുന്നത് ബൈബിൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകില്ല, ബൈബിൾ വായിച്ചാൽ മനസ്സിലാകില്ല. ദൈവം എന്തിനാണ് പിന്നെ ബൈബിൾ തന്നത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഗ്രന്ഥം ദൈവം ഒരിക്കലും തരില്ല. കാരണം ഈ ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ആധാരമായിരിക്കുന്നത്. നമ്മളെ നടത്തുന്നത്, ബലപ്പെടുത്തുന്നത്, ആശ്വസിപ്പിക്കുന്നത്, സഹായിക്കുന്നത്, തർജ്ജനം ചെയ്യുന്നത്, പരിശീലിപ്പിക്കുന്നത്, അന്ത്യമായ ന്യായവിധിയിൽ നമ്മൾ നേരിടുമ്പോൾ ന്യായവിധിയുടെ മാനദണ്ഡമായിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഭാഗത്തുള്ള പിഴവല്ല, മനുഷ്യൻ്റെ ഭാഗത്തുള്ള കുറവാണ്. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യർക്ക് ദൈവവചനം ബൈബിൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഈ വിഷയത്തെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നാം ഇതിനകം തന്നെ 4 കാരണങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കാൻ കഴിയില്ല? ഒന്നാമത്തെ കാരണം നാം കണ്ടു, ബൈബിൾ പലരും ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പഠിക്കുന്നില്ല. ബൈബിൾ പഠിക്കണം, പഠിക്കാൻ വേണ്ടിയാണ് തന്നത്. പഠിക്കാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വചനം കൃത്യമായി അത് വേർതിരിച്ച് പഠിക്കണം, യഥാർത്ഥമായി വിഭാഗിച്ച് പഠിക്കണം. നമുക്ക് പഠിക്കാൻ കഴിയും. വാസ്തവത്തിൽ നാം വിദ്യാഭ്യാസം നേടേണ്ടത് ദൈവത്തിൻ്റെ വചനം വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനാണ്. അത് നമ്മുടെ ഇതിൽ ഏറ്റവും അനിവാര്യമാണ്. അത് ഏറ്റവും വിലയുള്ളതായി തോന്നിയാൽ, മനസ്സിലാക്കിയാൽ തീർച്ചയായും അത് പഠിക്കും. സത്യസന്ധമായി ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കണം. രണ്ടാമത് എന്തുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറഞ്ഞാൽ, അനേകങ്ങൾ ദൈവവചനത്തെ സമീപിക്കുന്നത് അടച്ച മനസ്സും ഹൃദയവുമായിട്ടാണ്. ഹൃദയവും മനസ്സും അടച്ചു വെച്ചുകൊണ്ടാണ് ബൈബിളിനെ സമീപിക്കുന്നത്. ഹൃദയവും മനസ്സും അടച്ചു വെച്ചുകൊണ്ട് ബൈബിളിനെ സമീപിച്ചാൽ ബൈബിൾ ഒന്നും നമുക്ക് നൽകില്ല, നമ്മളിലേക്കത് വരില്ല, നമ്മൾ വായിക്കുന്നത് മനസ്സിലാകില്ല. കാരണം ആ വീഴുന്ന വിത്തുകൾ മുളയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ വിത്തിട്ടിട്ട് കാര്യമില്ല. ആ നിലത്തിന് എന്തോ സാരമായി തകരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും തുറന്നു നോക്കാതെ സത്യമറിയണം, യാഥാർത്ഥ്യമറിയണം, ദൈവഹിതമറിയണം എന്ന ആഗ്രഹവും താല്പര്യവുമില്ലാതെ അടച്ച ഹൃദയത്തോടുകൂടി സമീപിച്ചാൽ ബൈബിൾ വായിച്ചാൽ മനസ്സിലാകില്ല. മൂന്നാമത്തെ കാരണം വളരെ സുപ്രധാനമാണ്, വളരെ നിർണായകമാണ്. അനേകം ആൾക്കാർ അവരുടെ പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഇത്രയും വർഷങ്ങളായി പിതൃപാരമ്പര്യമായി കൈമാറി വന്നതായ പല സമ്പ്രദായങ്ങളെ ന്യായീകരിക്കാൻ, അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ, സ്ഥാപിക്കാൻ ബൈബിളിൻ്റെ കൂട്ടുപിടിക്കും. അതിനുവേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ അതിനനുസരിച്ചൊരു വ്യാഖ്യാനിക്കും. നാലാമത്തെ കാരണം, ഓരോരുത്തരും ആയിരിക്കുന്ന മതപരമായ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളുടെ പല ഉപദേശങ്ങളുണ്ട്. ഉപദേശത്തിൽ തെറ്റ് പിഴവുകളുമുണ്ട്. അതുകൊണ്ടാണ് പല തരത്തിലായിപ്പോയത്, പല വിഭാഗങ്ങളായി തിരിഞ്ഞു പോയത്. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച അറിവ് സ്വാധീനിക്കും. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബൈബിൾ വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, സ്നാനം എന്നത് ശിശുസ്നാനമാണ്, വെള്ളം തളിക്കുന്നതാണ്, വെള്ളം തലയിൽ കോരി ഒഴിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനത്തിൽ അംഗമായിരിക്കുന്ന ഞാൻ ബൈബിളിൽ സ്നാനമെന്ന വാക്ക് കാണുമ്പോഴൊക്കെയും അങ്ങനെ മാത്രമേ ഞാൻ വിശദീകരിക്കുകയുള്ളൂ. നമ്മളെന്താണോ സ്വാധീനിച്ചത്, അതുകൊണ്ടാണ് എപ്പോഴും നാം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരമായ ക്രിസ്തുവിൻ്റെ ഏക ശരീരമായ സഭയിൽ തന്നെ അംഗമായിരിക്കാൻ ആഗ്രഹിക്കണം. കാരണം അവിടെയാണ് ജ്ഞാനം വെളിപ്പെടുന്നത്. ദൈവനം പഠിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലായിരിക്കണം. നമ്മളൊരു ദുരുപദേശം പഠിപ്പിക്കുന്നൊരു സ്ഥലത്ത്, കർത്താവ് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നൊരിടത്ത്, പരിശുദ്ധാത്മാവ് വ്യക്തിയല്ല ശക്തി മാത്രമാണെന്ന് പറയുന്നൊരിടത്ത്, രക്ഷിക്കപ്പെടാൻ രണ്ടാമത് വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കൂടെ വേണം, പുതുഭാഷകളിൽ സംസാരിച്ചാലേ രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നിടത്ത് നാം നിലനിന്നാൽ ഒരിക്കലും നമുക്ക് വചനം പഠിക്കാൻ, സത്യം പഠിക്കാൻ കഴിയില്ല. ദൈവവചനത്തെ മാനിക്കാത്ത, പാലിക്കാത്ത, ബഹുമാനിക്കാത്ത, അംഗീകരിക്കാത്ത, അനുസരിക്കാത്ത ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ടും വചനം ശരിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അവർ നമ്മെ സ്വാധീനിക്കും. അവർ വെച്ചിരിക്കുന്ന വേലിക്കെട്ടിനപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ആ അതിരിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. തെറ്റായി നമ്മൾ എന്തെങ്കിലും വ്യാഖ്യാനിച്ചാൽ, അവരുടെ വിശ്വാസത്തിന് തെറ്റായിട്ട് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. ഇവിടെ നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് തന്നെ നിൽക്കും. അതൊരു വലിയ അബദ്ധമാണ്. അതുകൊണ്ട് അനേകർക്ക് ബൈബിൾ മനസ്സിലാക്കാൻ പറ്റില്ല. കയ്യിൽ ബൈബിൾ ഉണ്ടാകാം,
ബൈബിളിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടാകാം, അനേകം ആൾക്കാർ വന്ന് കൂടുന്നുണ്ടാകാം. പക്ഷെ അവരുടെ ധാരണ തെറ്റാണ്, അറിവ് തെറ്റാണ്. കാരണം അവർ നിൽക്കുന്നത് തെറ്റായ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അനേകങ്ങൾ ബൈബിൾ പഠിക്കുന്നത് ഒരു വിഷയം തെളിയിക്കാൻ വേണ്ടിയാണ്. ഒരു വിഷയം തെളിയിക്കാൻ വേണ്ടി, ഒരു പക്ഷേ ആരോടെങ്കിലും ഉള്ളതായ തർക്കം, വാദം, അത് പരിഹരിക്കുവാൻ, അതിൽ ജയിക്കുവാൻ, അത് സുഹൃത്തിനോടാകാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയോടാകാം, അയൽവക്കത്തുള്ളവരോടാകാം, മറ്റേതെങ്കിലും സഭാവിഭാഗത്തിൽപ്പെട്ട ഒരാളോടാകാം. അവരോട് നടത്തിയ ഒരു തർക്കത്തിൽ നാം ജയിക്കാൻ വേണ്ടി വാക്യം കണ്ടെത്തും. ഇതിനു വേണ്ടിയുള്ള വാക്യം ഏതാണ്? ഈ തരത്തിലാണ് പലരും വചനത്തെ സമീപിക്കുന്നത്. ഒരാളുടെ ഉപദേശത്തെ ന്യായീകരിക്കാൻ, സമർത്ഥിക്കാൻ ആ വചനത്തിലേക്ക് പ്രവേശിക്കും, വചനം കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വചനത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അടർത്തി മാറ്റും. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റുമ്പോൾ നമുക്ക് പിന്നെ വചനം ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ശരിയായ ബൈബിൾ വ്യാഖ്യാനമല്ല. ഒരു വാക്യം മാത്രം എടുത്തിട്ട് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ന്യായീകരിക്കാൻ, സമർത്ഥിക്കാൻ, വാദിക്കാൻ നോക്കിയാൽ ആ വാക്യം നമ്മൾ തെറ്റായിട്ടായിരിക്കും വ്യാഖ്യാനിക്കുന്നത്. അനേകർ തെളിവിന് വേണ്ടി തേടുകയാണ്. ബൈബിൾ വായിക്കുന്ന ഒരു തെളിവിന് വേണ്ടിയാണ്, ഈ പ്രസംഗത്തിലുള്ള വിഷയത്തിന് വേണ്ടിയാണ്, ഒരു വാദപ്രതിവാദത്തിൽ ജയിക്കാൻ വേണ്ടിയാണ്, അവർ പറഞ്ഞതായ ഉപദേശം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. ബൈബിളിൽ ഓരോ വാക്യങ്ങളിലും ഓരോ വിഷയമുണ്ട്, ഇല്ലെന്നല്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്ന വാക്യമാണ്. പ്രവൃത്തിയിൽ 2:38 പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്ന് പറയുന്ന വേദഭാഗമാണ്. യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ച് തൻ്റെ പുത്രനെ അയച്ചു എന്ന് കാണിച്ചിരുന്ന വേദഭാഗമാണ്. അപ്പോൾ ബൈബിൾ ഇങ്ങനെ പലവിധമായ പ്രസ്താവനകളുണ്ട്, ദൈവിക സത്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് ഒരു വാക്യത്തിൽ മാത്രമായിരിക്കും. ഒരു വാക്യം മാത്രം ഉള്ളത് കൊണ്ട് തെറ്റല്ല, ആ വാക്യത്തിൽ മാത്രം അടിസ്ഥാനപ്പെടുന്ന തെറ്റല്ല. പക്ഷേ നമ്മുടെ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം ചുരുങ്ങിപ്പോയാൽ, പരിമിതമായി പോയാൽ അത് വലിയ പ്രശ്നമായി വരും. നമുക്ക് വചനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ വിശാലമായ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള വാക്യം മാത്രം പഠിച്ചു വയ്ക്കരുത്. ദൈവനെ പഠിക്കുമ്പോൾ വിശാലമായിട്ട് പഠിക്കണം. നമ്മുടെ അറിവ് യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുള്ള വാക്യങ്ങളിൽ മാത്രമാകരുത്. പലർക്കും പ്രിയപ്പെട്ട വാക്യങ്ങൾ പലതുണ്ട്, അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കുകയോ വായിക്കുകയോ പഠിക്കുകയില്ല. അങ്ങനെയുള്ളൊരു അടിസ്ഥാനം തെറ്റായ അടിസ്ഥാനമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വചനത്തെപ്പോഴും പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അനേകം ആൾക്കാർക്കും അവരുപയോഗിക്കുന്ന വാക്യത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ആഴമായ അർത്ഥം, ആശയം മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് ആ വാക്യത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കും. ഒരു വ്യക്തിയുടെ വചനപരിജ്ഞാനം വിശാലമാകണം, വളരണം. ഓരോ ദിവസവും വായിച്ച് പഠിക്കണം. വചനം പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കണം. ഒരായുസ്സേ ഉള്ളൂ. ഈ ആയുസ്സുള്ളിൽ നമ്മൾ ഏറ്റവും വലിയ നേട്ടം, ലക്ഷ്യം വചനപരിജ്ഞാനമായിരിക്കണം. ദൈവം വ്യക്തമായി പറഞ്ഞു, ജ്ഞാനിതൻ്റെ ജ്ഞാനത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. നമ്മൾ പ്രശംസിക്കേണ്ട ഏക വിഷയം ദൈവത്തെ തിരിച്ചറിയുന്നതിലാണ്. പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ദൈവത്തിന് നശിച്ചു പോകുന്നത്, തിരുവെഴുത്തുകൾ അറിയാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നത് ക്രിസ്തു തന്നെ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും കൃപയിലും വളരണമെന്ന് പത്രോസ് പറയുന്നു. ക്രിസ്തുവിൻ്റെ തലയോളം വളരണമെന്ന് പൗലോസ് പറയുന്നു. യോഹന്നാൻ വ്യക്തമായി ഞങ്ങൾ പിതാക്കന്മാരെ പോലെ ആകണം. നമ്മൾ ആത്മീക പരിജ്ഞാനത്തിൽ വളരണം. അതിന് വചനത്തെ പൂർണ്ണമായി വിശദമായി മൊത്തത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ മത്തായി ആരാണ്, എന്തിനു വേണ്ടി എഴുതി, യേശുവിനെ എങ്ങനെ അവതരിപ്പിച്ചു? യഹൂദനായ മത്തായി യഹൂദന്മാരുടെ രാജാവായ യേശുവിനെ യഹൂദന്മാർക്ക് വേണ്ടി തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പഴയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെളിയിക്കുകയാണ്. മർക്കോസ് അതുപോലെ യേശുവിനെ ദാസനായിട്ട് അവതരിപ്പിക്കുന്നു, റോമൻ സമൂഹത്തിന് വേണ്ടി. ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായിട്ട് അവതരിപ്പിക്കുന്നു, യവന സമൂഹത്തിന് വേണ്ടി. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുവിൻ്റെ ദൈവീകത്വത്തെ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി. സഭയുടെ ആരംഭത്തെക്കുറിച്ച്, അതിൻ്റെ വിസ്തീർണത്തെക്കുറിച്ച്, വിപുലീകരണത്തെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകത്തിലും, അങ്ങനെ റോമലേഖനത്തിലൂടെ പൗലോസ് ഉദ്ദേശിക്കുന്ന വിശ്വാസത്തിലുള്ള നീതി, ഇങ്ങനെ ഓരോ വിഷയത്തിൽ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ പുസ്തകത്തിൽ ഒരു വാക്യം അടർത്തിയെടുക്കാൻ. അങ്ങനെ അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായി വചനം കൈകാര്യം ചെയ്യും, ഒന്നും മനസ്സിലാകില്ല. ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി, ആരോടെങ്കിലും തർക്കിക്കാൻ വേണ്ടി മാത്രം വാക്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വചനത്തിൻ്റെ പരിചയം നഷ്ടപ്പെടും. അതുകൊണ്ട് ദൈവത്തെ യഥാർത്ഥം അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശാലമായിട്ട് ആ പുസ്തകം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പുസ്തകം നമ്മൾ സമീപിക്കാൻ. അപ്പോൾ ബൈബിളിനെക്കുറിച്ച് നമ്മളുടെ അറിവ്
ഒരു ചെറിയ വേദഭാഗത്തിൽ മാത്രം നിൽക്കരുത്. അത് എൻ്റെ പശ്ചാത്തലത്തെ നോക്കണം, ആ മൊത്തം പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ വചനം പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. അതിന് നമ്മുടെ ഭാഗത്തൊരു ശ്രമം വേണ്ടി വരും. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാക്യത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം എടുത്തു കഴിഞ്ഞാൽ അത് യഹൂദന്മാരോട് ക്രിസ്തുവിനെ മത്തായി അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ ആ വിശാലമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പുസ്തകത്തിലെ ആ പശ്ചാത്തലം, അതിലെ വാക്യത്തെ നമ്മൾ കണ്ടെത്തുവാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ അറിവ് വർദ്ധിക്കുന്നതോടുകൂടി നമുക്ക് പുസ്തകത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പൗലോസ് കൊരിന്ത സഭയോട് പറഞ്ഞു, സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം പ്രസംഗിപ്പാൻ അത്രേ വന്നത്. എന്നിട്ട് തൊട്ട് പിന്നിലുള്ള വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ ക്രിസ്മോസിനെയും ഗായോസിനെയും മറ്റു ചിലരെ സ്നാനപ്പെടുത്തി. ഇവിടെ സ്നാനത്തിനെതിരായിട്ടല്ല സംസാരിക്കുന്നത്. കാരണം അവിടെ അധ്യാപകരുടെ, അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ പേരിൽ വിഭാഗീയത ഉണ്ടായതായ പശ്ചാത്തലത്തിൽ അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ നിങ്ങൾ വിഭാഗീയത ഉണ്ടാക്കരുതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. കാരണം സ്നാനത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ പറഞ്ഞതും അനേകരെ സ്നാനപ്പെടുത്തിയിട്ടുള്ള പൗലോസ് സ്നാനത്തിനെതിരായിട്ടുള്ള. അപ്പം അനേകം ആൾക്കാർ എന്ത് ചെയ്യും, സ്നാനം ആവശ്യമില്ലെന്ന് പറയാനായിട്ട് പൗലോസിൻ്റെ വാക്യമെടുക്കും, ആ വാക്യം മാത്രം പൊക്കിയെടുക്കും. സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പിന് അത്രയും ഞാൻ വന്നത്. പക്ഷെ പൗലോസ് എന്താ ഉദ്ദേശിച്ചത്? എന്നാൽ തൊട്ട് പിന്നിലുള്ള വാക്യങ്ങൾ ക്രിസ്മോസിനെയും ഗായോസിനെയും ചില ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് സ്വയം സ്നാനപ്പെട്ടവനാണ്, മറ്റുള്ളവരുടെ സ്നാനം കഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ദുരുപദേശത്തിൽ കടന്നവരെ വീണ്ടും സ്നാനം കഴിപ്പിച്ചു. ഇപ്പോൾ സ്നാനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമായി എഴുതിയ വ്യക്തി പുതിയ നിയമത്തിൽ പൗലോസാണ്. റോമലേഖനം 6, ഗലാത്യലേഖനം 3. ആ വ്യക്തി അപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ മൊത്തം പഠിക്കണ വിഷയം സ്നാനത്തെക്കുറിച്ച്, പൗലോസും സ്നാനവും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് പൗലോസ് കൊരിന്ത സഭയോട് പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ഞാൻ രക്ഷിക്കപ്പെടും. തൊട്ടടുത്ത വാക്യം വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അയ്യോ കണ്ടില്ല, വിശ്വസിക്കാത്തവന്ന് മാത്രമേ ഉള്ളൂ, സ്നാനപ്പെടാത്തവെന്ന് പറഞ്ഞില്ല. ഇവിടെ തൊട്ട് മുമ്പ് പിന്നിലെ വാക്യം എന്താ പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെ പലരും അവരുടെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ, അവരുടെ ഉപദേശത്തെ തെളിയിക്കാൻ, അവരായിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന വിഷയത്തെ സ്ഥാപിക്കാനായിട്ട് വചനത്തെ പശ്ചാത്തലം നിന്ന് അടർത്തി മാറ്റി ഉപയോഗിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ബൈബിൾ പഠിച്ചിട്ട് കാര്യമില്ല, ബൈബിൾ മനസ്സിലാകില്ല. അത് വളരെ പ്രധാനമാണ്. ഇവിടെ എപ്പോഴും അതിൻ്റെ പശ്ചാത്തലത്തിൽ, ആ പുസ്തകത്തിൽ മൊത്തം വിഷയത്തെ വിശാലമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ബൈബിൾ മനസ്സിലാക്കാൻ. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഇത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഒരു കഷ്ണമായിട്ടല്ല പഠിക്കേണ്ടത്. പഴയ മൊത്തത്തിൽ എന്താണ്, പുതിയ മതത്തിൽ എന്താണ്, സുവിശേഷ ഭാഗങ്ങൾ എന്താണ്, സഭാചരിത്രം എന്താണ്, ലേഖനങ്ങളുടെ ഉദ്ദേശം എന്താണ്, വെളിപാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു കാരണം, വചനത്തെയോട് ആർക്ക് സ്നേഹമില്ല, വചനത്തെ ആരും സ്നേഹിക്കുന്നില്ല. അത് വലിയൊരു സത്യമാണ്. വചനത്തെ ആരും സ്നേഹിക്കുന്നില്ല. ദൈവവചനത്തെയും സത്യത്തെയും മനുഷ്യർ പൊതുവെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ വചനത്തെ സ്നേഹിക്കാതെ വചനം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വചനം മനസ്സിലാകില്ല. ദൈവവചനത്തോടൊരു സ്നേഹം വേണം, സത്യത്തോട് സ്നേഹം വേണം. അത് സ്വാഭാവികമായിട്ടത് വാസ്തവമാണ്. നമ്മൾ അഭിമാനിക്കാത്ത, സന്തോഷിക്കാത്ത, സ്നേഹിക്കാത്ത ഒരു വിഷയം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് പുരുഷനായാലും സ്ത്രീയായാലും ദൈവവചനത്തെ സമീപിക്കുമ്പോൾ വചനം എന്താണ്, വചനത്തുള്ള ബഹുമാനവും അതിലുള്ള ആദരവും ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് ആ പുസ്തകത്തിൽ നിന്ന് ഒന്നും ലഭിക്കില്ല. ദൈവത്തിന് അറിയാം ആരാണ് വചനത്തെ പ്രിയപ്പെടുന്നത്. എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ദൈവത്തിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവരിൽ ദൈവം തൻ്റെ ശക്തി കാണിക്കും. ഇപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ സമീപനം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിലുള്ള സ്നേഹത്തിൽ നിന്ന് വേണം, വചനത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് വേണം വചനം നമ്മൾ വായിക്കാനും മനസ്സിലാക്കാനും. അപ്പോൾ വചനത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം സത്യത്തെ സ്നേഹിക്കണം. ഇപ്പോൾ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് അതാണ്. 119 സങ്കീർത്തനം 97 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ ഒരു കാര്യം പറയും: നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അതിൻ്റെ ധ്യാനമാകുന്നു. നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. രാജാവാണ്, തിരക്കുള്ള മനുഷ്യനാണ്. എന്നിട്ട് ആ രാജാവ് പറയുകയാണ്, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. തേനിനേക്കാളും ആ 119 സങ്കീർത്തനം മാത്രം ഒന്ന് വായിച്ചാൽ മതി. ദൈവത്തിൻ്റെ പ്രാധാന്യം, വില, മൂല്യം, ഗുണം, അനുഗ്രഹം ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സമീപനം നമുക്കുണ്ടായിരിക്കണം. ദൈവനം പഠിക്കാനാഗ്രഹിക്കുന്ന എല്ലാവർക്കും ദാവീദിൻ്റെ സമീപനം ഉണ്ടായിരിക്കണം, ഈ മനോഭാവം ഉണ്ടായിരിക്കണം. മറുവശത്ത് വേറൊരു സത്യം പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കി തരും. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വേദഭാഗത്തിൽ വചനസത്യം എന്തുകൊണ്ട് മനുഷ്യർക്ക് അകന്നു നിൽക്കുന്നു,
ദൈവനം എന്തുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായ താക്കീതോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 10 മുതൽ 12 വരെ. ഇവിടെ എന്താ പറയുന്നത്? തൊട്ട് പിന്നെ 9 വരെ വായിക്കാം. 9 മുതൽ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, അധർമ്മമൂർത്തി എന്ന പിശാചാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. എങ്ങനെയുള്ള ജനത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിക്കുക. നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജ്യമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. ഈ പുതിയ കാലത്ത് ദൈവനം പൂർണ്ണമായി നൽകപ്പെട്ട കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇങ്ങനെയുള്ള വഞ്ചനകളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ, അവരാണ് നശിച്ചു പോകുന്നവർ എന്ന് പറഞ്ഞു. ദൈവനം പഠിക്കാനും താല്പര്യമില്ല, അതിനും കേൾക്കാൻ താല്പര്യമില്ല, അതിന് സമയമില്ല. അത്ഭുതങ്ങൾ കാണണം, അത്ഭുതങ്ങൾ അനുഭവിക്കണം, രോഗം മാറണം. ഇതാണ് അവിടെ ആഗ്രഹം. ദൈവത്തിന് രോഗം മാറ്റാൻ കഴിയുന്നത് മറ്റൊരു കാര്യം. പക്ഷെ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാത്താൻ്റെ വ്യാജ്യമായ വ്യാപാര ശക്തി, സാത്താൻ്റെ ശക്തിക്കൊത്തവണ്ണം വ്യാജ്യമായ സകല ശക്തി, അത്ഭുതങ്ങൾ, അടയാളം, ഇത് വ്യാജ്യമാണ്, ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതവർക്ക്? അവർ രക്ഷിക്കപ്പെടുവാൻ 10-ാം വാക്യം, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യം കൈക്കൊള്ളുന്നതിന് മുമ്പ് സത്യം സ്നേഹിക്കണം. വചനം വായിക്കുന്നതിന് മുമ്പ് വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് വചനം വായിക്കണം. അപ്പോഴത് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഉദ്ദേശം ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെന്നായിരിക്കണം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഇവർക്ക് രസം, സന്തോഷം, താല്പര്യം അനീതിയാണ്. വചനവിരുദ്ധമായ കാര്യങ്ങളാണ് അനീതി, ദൈവത്തിൻ്റെ നീതിക്ക് വിരോധമായ കാര്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ദൈവം ഒരു ന്യായവിധി കൊടുക്കും. എന്താ ന്യായവിധി? അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി വായിക്കും. സത്യം ചുറ്റിലുണ്ട്, സത്യം കയ്യിലുണ്ട്, സത്യം ചുറ്റിലും കേൾക്കാം. പക്ഷെ അത് കേൾക്കാനോ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കൈക്കൊള്ളാനോ തയ്യാറാകാതിരിക്കുമ്പോൾ ദൈവം പിന്നെ അവർക്ക് അയച്ചു കൊടുക്കുന്നത് വ്യാജമാണ്. വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി. അവർ ദുരുപദേശത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കും, ദുരുപദേശത്തിൽ നിന്ന് വിട്ടുപോകില്ല. സത്യം കേട്ടാലും അവർ സ്വീകരിക്കില്ല. എന്നാൽ സത്യം കേൾക്കാൻ താല്പര്യമില്ല. അവർക്ക് വേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും അനീതിയുടെ വഞ്ചനകളുമാണ്. അനേകങ്ങൾ ബൈബിൾ കൊണ്ട് നടക്കുന്നത് അവരുടെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. വിദേശത്ത് പോകാൻ, രോഗസൗഖ്യം കിട്ടാൻ, സാമ്പത്തിക ആനുകൂല്യം കിട്ടാൻ. ഇത് തെറ്റായ ലക്ഷ്യമാണ്. അവർക്ക് ബൈബിൾ പഠിക്കാൻ പറ്റില്ല. ബൈബിൾ അടഞ്ഞ പുസ്തകമാണ് ഈ കൂട്ടർക്ക്. അങ്ങും ഇങ്ങൊക്കെ ചില കാര്യങ്ങൾ പറയുന്നല്ലാതെ ബൈബിൾ എന്ന ദൈവത്തിൻ്റെ ഗ്രന്ഥം അടഞ്ഞ ഗ്രന്ഥമാണ്. കാരണം അവർ സത്യത്തെ സ്നേഹിക്കുന്നില്ല, കൈക്കൊള്ളുന്നില്ല. ഇത് വലിയൊരു ശക്തമായ മുന്നറിയിപ്പാണ്. ഒരു സത്യത്തെ സ്നേഹിക്കാത്ത ദാവീദ് പറഞ്ഞതുപോലെ, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയമാണ്. നമ്മൾ സ്വയം പരിശോധിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്താണ്? ദൈവവചന പരിജ്ഞാനമാണോ? ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിനറിയാം തനിക്കുള്ളവരെ, തന്നെ സ്നേഹിക്കുന്നവരെ ദൈവത്തിനറിയാം. ഇടയിലെ തൻ്റെ ആടുകളെ അറിയാം. യഥാർത്ഥ ആടുകൾക്ക് ഇടയിനെയും അറിയാം. അപ്പോൾ നാം സത്യത്തെ സ്നേഹിക്കാതിരുന്നാൽ നാം ഒരിക്കലും അത് അന്വേഷിക്കില്ല. സത്യം സ്നേഹിക്കാത്തവർ ബൈബിൾ വായിക്കാനോ പഠിക്കാനുള്ള അവസരം കിട്ടിയാലോ തിരിഞ്ഞു പോലും നോക്കില്ല. സമയമില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ല, താല്പര്യമില്ല. നിങ്ങൾക്ക് മനസ്സില്ല. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ അടുക്ക വരാൻ മനസ്സില്ല, വരുന്നതോട് താല്പര്യവുമില്ല. അതുകൊണ്ട് സത്യം അന്വേഷിക്കുന്നില്ല. അല്ല, സമയമില്ലാഞ്ഞുകൊണ്ടൊന്നല്ല, അത് ദൈവത്തിനറിയാം. ബാക്കി എന്തെല്ലാം കാര്യത്തിന് സമയമുണ്ട്. ദൈവനെ കേൾക്കാൻ മാത്രം സമയമില്ല. കാരണം അവർക്ക് സത്യത്തോട് താല്പര്യമില്ല. അങ്ങനെ വന്നാൽ അവരെന്ത് വിശ്വസിക്കേണ്ടി വരും? ഭോഷ്ക്, കള്ളം. അതൊരു ന്യായവിധിയാണ്, ദൈവവച്ച ന്യായവിധിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് ദൈവം ഒരു വഞ്ചനയുടെ ആത്മാവിനെ അയക്കും, ഭോഷ്കിൻ്റെ ആത്മാവ്. അത് ലോകത്തിൻ്റെ ആത്മാവാണ്. ദൈവം സാത്താനെ അനുവദിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ, നിയന്ത്രിക്കാൻ, പിടിക്കാൻ. കാരണം ഇവർക്ക് എനിക്ക് സത്യം വേണ്ട, രക്ഷപ്പെടണ്ട, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ താല്പര്യമില്ല. അപ്പോൾ സാത്താനെ തുറന്നു വിടും. സാത്താനെ അനുവദിക്കുക. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തോട് സ്നേഹമില്ല. സത്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സംരക്ഷിക്കപ്പെടും, ദൈവം നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ സത്യത്തോട് സ്നേഹമില്ലാത്തവർ അവരായിരിക്കുന്ന ദുരുപദേശത്തിൽ തൃപ്തരായിരിക്കും. അതിനുവേണ്ടി വാദിക്കുന്നത് കാണാം. കർത്താവിൻ്റെ സഭയെ പറഞ്ഞ് ഉപേക്ഷിച്ച് തെറ്റായ വഴികളിലൂടെ പോയിട്ട് അതിനുവേണ്ടി ഘോര വാദിക്കുന്നവരുണ്ട്. അവരറിയില്ല അവർ വഞ്ചനയ്ക്കകത്താണ്, ന്യായവിധിക്കകത്താണ്. അവർ ആ ദുരുപദേശത്തിൽ തൃപ്തരാണ്. അവരോട് എത്ര സത്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകില്ല. കാരണം അവർക്ക് അന്വേഷണമില്ല. അപ്പോൾ ഒരു മനുഷ്യൻ സത്യം
അന്വേഷിക്കണമെങ്കിൽ അവൻ ആദ്യം മനസ്സിലാകണം, ഇത് എനിക്ക് മുകളിലാണ്, എൻ്റെ കഴിവുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നതല്ല. സത്യം അന്വേഷിക്കണം. അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്ന് ദൈവവാഗ്ദാനമാണ്. ഇപ്പം നമ്മളല്ല അന്തിമാധികാരം, ദൈവമാണ്. ഇതൊരു കാരണം. ഒരു കാരണം ഒന്ന് സൂചിപ്പിക്കാം, തലക്കെട്ട് മാത്രം പറയാം. എന്തുകൊണ്ട് വചനം മനസ്സിലാക്കാൻ പറ്റുന്നില്ല? നമ്മുടെ പാപപങ്കിലമായ ജീവിതം, ദുഷ്ടജീവിതം, അനീതി നിറഞ്ഞ ജീവിതം വെളിപ്പെടും, മറ്റുള്ളവരെ അറിയും എന്നുള്ളത് കൊണ്ട് വെളിച്ചത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടില്ല. അനേകങ്ങൾ അന്ധരാണ്. ലോകജീവിതം, ലൗകിക ജീവിതം, ജഡീക ജീവിതം, മലിനപ്പെട്ട പാപപങ്കിലമായ ജീവിതം, ഈ ജീവിതത്തിൽ കിടക്കുന്നവർക്ക് ബൈബിൾ വായിക്കാൻ താല്പര്യമുണ്ടാകില്ല. ബൈബിൾ വായിച്ചാൽ ഇവിടെ തെറ്റ് വെളിപ്പെടും. ഒരു വേദഭാഗം മാത്രം വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-4 വാക്യം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-4. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നു. ബൈബിൾ എന്തുകൊണ്ടാണ് ചിലർക്ക് മറിഞ്ഞിരിക്കുന്നത്? ഒരു കൂട്ടർ, ഇതെല്ലാവരെയും ബാധിക്കണമെന്നില്ല, ചില കൂട്ടർ, അവർക്ക് വചനം മറിഞ്ഞിരിക്കുന്നത് നശിച്ചു പോകുന്നവരാണ്. അവർ നശിച്ചു പോകാനുള്ള ജീവിതമുള്ളവരാണ്. നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നത്. 4-ാം വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവനം കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല, മനസ്സിലാക്കി കഴിയില്ല, മനസ്സ് കുരുടായിപ്പോയി, ഇരുട്ടാണ്. കാരണം അവരുടെ അനീതി കൊണ്ടുള്ള ജീവിതത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് സത്യമറിയാൻ ആഗ്രഹമില്ല. സാധാരണ രീതിയിൽ ആർക്കും വെളിച്ചം ഇഷ്ടമല്ല, ആത്മീകമായി. കാരണം അവർക്ക് ഇഷ്ടം ഇരുട്ടാണ്. കാരണം ഇരുട്ടിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇരുട്ടാണ് പലർക്കും ഇഷ്ടം. അപ്പോൾ ഇരുട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഒരിക്കലും വെളിച്ചത്തിലേക്ക് വരില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം. അപ്പോൾ ഈ കൊരിന്ത സഭയോട് പൗലോസ് പറഞ്ഞു, സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം, അതായത് പിശാച്, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അവർ സത്യം കേൾക്കാനോ സ്വീകരിക്കാനോ കൈക്കൊള്ളാനോ അനുസരിക്കാനോ തയ്യാറാകില്ല. കാരണം അവർ അന്ധരായി തീർന്നിരിക്കുകയാണ്. സത്യത്തിലേക്ക് വന്നാലേ പ്രകാശം കിട്ടും, കണ്ണു തുറക്കും. അന്ധനായി തീർന്ന ശൗല് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അനന്യാസം ഒന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ കണ്ണു തുറന്നു. കണ്ണിന്ന് ചെതുമ്പൽ പോലെ എന്തോ താഴെ പോയി. ദൈവിക പ്രകാശം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സത്യം അന്വേഷിക്കണം, സത്യമറിയാൻ ആഗ്രഹിക്കണം, സത്യം കേട്ടാൽ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കണം. വളരെ പ്രധാനമാണ് ഇത്. ബാക്കി വിശദീകരണങ്ങൾ അടുത്ത പഠനത്തിൽ നമ്മൾ നൽകാം. അപ്പോൾ എന്തുകൊണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല? ബൈബിളുണ്ട്, വായിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് ചിലപ്പോൾ പൊരുൾ തിരിച്ചു തരാത്തതുകൊണ്ടാകാം, പക്ഷെ അതിൻ്റെ സൗകര്യം ഇന്നുണ്ട്. ദൈവനെ സത്യസന്ധമായി പഠിപ്പിക്കാൻ കർത്താവിൻ്റെ സഭ ഇന്ന് ഭൂമിയിലുണ്ട്. കർത്താവിൻ്റെ ജ്ഞാനം അവിടെയാണ്. പക്ഷെ നമ്മൾ ആ സഭയെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും കളിയാക്കുകയും തകർക്കാനൊക്കെ ശ്രമിക്കുന്നൊരു വ്യക്തി ഒരിക്കലും ദൈവവചന പരിജ്ഞാനത്തിൽ വളരില്ല. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം നൽകിത്തരുന്ന സ്ഥലത്തെ നാം ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ബൈബിളും കൊണ്ട് നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. ജ്ഞാനം ലഭിക്കുന്ന ഇടമായ കർത്താവിൻ്റെ സഭയോട് വിശ്വസ്തരായി നിന്ന് നാം വചനം പഠിക്കാൻ മനസ്സിലാക്കും. കാരണം ദൈവജ്ഞാനം സഭ മുഖാന്തരമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, നമ്മുടെ മുൻവിധികൾ, മുൻധാരണകൾ നമ്മളെ സ്വാധീനിക്കും. നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നടുവിലാണെങ്കിൽ ദൈവം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും, പരിചയപ്പെടും. അപ്പോൾ ഈ വിഷയം നമ്മൾ തുടരാം. അടുത്ത പഠനത്തിൽ വളരെ നിർണായകമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പലരെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവർക്ക് വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് അകന്നു പോകുന്നത്, വചനം മനസ്സിലാകാത്തത്. ചിലർ പഠിക്കാത്തതുകൊണ്ടാണ്, ചിലർ ഹൃദയം അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, ചിലർ ന്യായീകരണത്തിനുള്ള വചന പഠനമാണ്, ചില പ്രസംഗ വിഷയം തേടുകയാണ്, തർക്കം വിജയിക്കാൻ വേണ്ടിയാണ്. മറ്റു ചിലരെ സംബന്ധിച്ച് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് വചനത്തോട്. വചനത്തോട് നമ്മൾ സ്നേഹമുണ്ട്, അത് വളരെ നിർണായക ഒരു സത്യമാണ്. ദൈവത്തെ സ്നേഹിക്കണം. നമ്മൾ എന്ത് മറിവിന് കൊടുക്കും? ഇത്ര വലിയ സമ്മാനം, ദാനം തന്നു ദൈവത്തിൻ്റെ വചനം, നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി, കാലിന് ദീപമായി, നിത്യതയിൽ വരെ നമ്മളെ എത്തിക്കാൻ കഴിയുന്ന വചനം. നമ്മൾ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ നമുക്കത് മനസ്സിലാകും. നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ.